ഹലോ, എങ്ങനെ ഒരു ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് കോൾഡ് പ്രോസസ് സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ 300 ഗ്രാം, അതാണ് ഓയിൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ ഒരു ഓയിലും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്ത് വെക്കണം. ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് NaOH, ലൈറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് 52 ഗ്രാം. അതിനുശേഷം വാട്ടർ മെഷർ ചെയ്യണം. വെള്ളം 106 ഗ്രാം, 106 ഗ്രാം. പിന്നെ ഓയിൽ, ഇവിടെ കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. സോ കോക്കനട്ട് ഓയിൽ 300 ഗ്രാം. കോക്കനട്ട് ഓയിൽ മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്യണുള്ളൂ. ഓക്കെ, ഓയിലായിട്ട്. പിന്നെ നമ്മൾക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞ വേറെ കമ്പൈൻ ചെയ്ത് വേറെ ഓയിൽസ് ഒന്നും ഇല്ല. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ലൈറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പോൾ ലൈറ്റ് സൊല്യൂഷൻ എപ്പോഴും വാട്ടറിലോട്ട് വേണം നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് പയ്യെ ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ചൂടാവും. ഓക്കെ, ഇവിടെ അതിലോട്ട് ഇട്ടിട്ട് വെള്ളത്തിലോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ തരിയൊന്നും പാടില്ല, എല്ലാം കമ്പൈൻ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടത് ലൈറ്റ് സൊല്യൂഷനാണ്. ലൈറ്റ് സൊല്യൂഷൻ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളതൊരു കുറച്ച് നേരം മാറ്റി വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ കുറച്ച് ഹീറ്റാവും. അപ്പോൾ ടെമ്പറേച്ചർ കറക്റ്റായിരിക്കണം നമ്മൾ സോപ്പ് ലാസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും. സോ ഇത് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കണ്ട ഒരു പുക പോലെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ ചൂടൊക്കെ മാറി അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചറിലാവുമ്പോൾ മാത്രമേ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയാലേ കറക്റ്റായിട്ടുള്ള ആ ഫോമായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് കോക്കനട്ട് ഓയിൽ മെൽറ്റ് ചെയ്യണം. സാധാരണ ഇപ്പോൾ നാട്ടിലൊക്കെ കോക്കനട്ട് ഓയിൽ മെൽറ്റായിട്ട് തന്നെ ആയിരിക്കും മിക്ക സ്ഥലങ്ങളിലും. അപ്പോൾ മെൽറ്റായിട്ടുള്ളതാണെങ്കിൽ അത് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി മെൽറ്റായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ളത് കൊണ്ടിട്ട് നമ്മളത് മെൽറ്റായി ലിക്വിഡ് ഫോമിലോട്ടാക്കണം. ഓക്കെ, അതിൻ്റെ ടെമ്പറേച്ചറും കറക്റ്റായിരിക്കണം. 45 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 40 to 45 ഡിഗ്രി സെൽഷ്യസ് വരെ ആവാം. ഫാരനൈറ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടില്ലേ, 113 ഡിഗ്രി ഫാരൻഹീറ്റ്. ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യണം ഓയിലിൻ്റെ, ലൈറ്റ് സൊല്യൂഷൻ്റെ. ഓക്കെ, അത് കറക്റ്റാണോ നോക്കണം. എന്നിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യുമ്പോൾ പയ്യെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണം ഓയിലിലോട്ട് ലൈറ്റ് സൊല്യൂഷൻ. ഓക്കെ, എന്നിട്ട് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് സൊല്യൂഷൻ പയ്യെ ഓയിലിലോട്ട് ഒഴിച്ചതിന് ശേഷം ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. എനിക്കിഷ്ടമുള്ള എസെൻഷ്യൽ ഓയിൽ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ലാവൻഡർ ഓയിലാണ്. ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ അതൊരു 4 ml 5 ml അത്രയും ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും ബ്ലെൻഡ് ചെയ്യണം. ഓയിൽ മേളിത്തിരി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഫുള്ള് ബ്ലെൻഡ് ചെയ്യുക. ഈ എസെൻഷ്യൽ ഓയിൽ ഇടണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഞാൻ ഫ്രേഗ്രൻസ് ഒന്നും ആഡ് ചെയ്യണില്ല ഇതിൽ. ഓൺലി എന്താ പറയുക, എസെൻഷ്യൽ ഓയിലിൻ്റെ ഫ്രേഗ്രൻസ്, ആ സ്മെല്ല് മാത്രമേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഫ്രേഗ്രൻസ് ഒന്നും ആഡ് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സോഡിയം ലാക്റ്റേറ്റ് ഇടും. ഞാനിതിനകത്ത് കാണിക്കാൻ വിട്ടുപോയി. അത് സോഡിയം ലാക്റ്റേറ്റ് ഒരു 3 ഗ്രാം ഇടണം. ഓക്കെ, അപ്പോഴാണ് ആ സോപ്പിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ഇതൊക്കെ ഒന്ന് സെറ്റ് ആവണത്. നമുക്ക് മോൾഡിലോട്ട് ഒഴിക്കുമ്പോൾ ഒരു കുറച്ചുകൂടി കറക്റ്റായിട്ട് കിട്ടും. പിന്നെ
മോൾഡിലോട്ട് ഒഴിക്കുമ്പോഴല്ല, സോറി, നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴേക്കും. ഓക്കെ, എന്നിട്ട് ഇത് പയ്യെ മോൾഡിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മോൾഡൊന്നും ഇല്ലെങ്കിൽ മോൾഡ് മേടിക്കാനൊന്നും നിൽക്കേണ്ട. എന്തെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം, അതിനകത്ത് ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ അതിട്ടിട്ട് അതിനകത്തോട്ട് പോർ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എൻ്റെ ഈ ഷേപ്പിൽ ഉള്ള മോൾഡിലോട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കണേണ്. ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യണില്ല. ഓക്കെ, ഇത്രയും. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഒരു പുഡിംഗ് പരുവത്തിലായിരിക്കണേ. ഇത് കുറച്ച് നേരം ടൈം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കും തോറും ഇത് കൂടിയാവും. നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനത്തെ കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമ്മൾ മോൾഡിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ അടുത്തതിൽ ചെറിയൊരു ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് പോർ ചെയ്യുമ്പോഴേക്കും ആ കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം വരും, കണ്ടോ. അപ്പോൾ എന്നിട്ട് ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വല്ല ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതും കൂടി ഏതെങ്കിലും ഒരു മോൾഡിലോട്ട് ഇടുക. അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് 24 hours കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 24 hours കഴിയുമ്പോഴേക്കും സെറ്റായിട്ടുണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഇതിലിടുമ്പോഴേക്കുമുള്ള കൺസിസ്റ്റൻസി, ചെറിയ ഹാർട്ട് ഷേപ്പിലോട്ട് ഇടുമ്പോഴേക്കും കൺസിസ്റ്റൻസി ഇത്തിരി കൂടി കട്ടി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ലേറ്റ് ആവും തോറും കട്ടി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോൾഡ് പ്രോസസ് സോപ്പ് ആയതുകൊണ്ട് അത് സോപ്പോണിഫിക്കേഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു 4 week അല്ലെങ്കിൽ 6 week ടൈം വേണം. അല്ലെങ്കിൽ നമ്മുടെ ആ പ്രോസസ്സ് അതിൻ്റെ ഉള്ളിൽ ലൈ സൊല്യൂഷനും ഓയിലും തമ്മിൽ ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട്, അത് കമ്പൈൻ ആകാനായിട്ടൊക്കെ ഒരു ടൈം വേണം. അപ്പോൾ 4 to 6 week ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഇച്ചിങ്ങും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ആൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, 4 week or 6 week. ഇത് മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. അപ്പോൾ നല്ല എയർ സർക്കുലേഷനൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കുക. പൊടിയൊന്നും കയറാണ്ട്. റാപ്പ് ചെയ്തൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക ഫ്രഷ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത്. എന്നിട്ടൊരു 4 week കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇനിയും ഒരു ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് ഇനിയും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോപ്പ്, കോൾഡ് പ്രോസസ് സോപ്പ് ഉണ്ടാക്കാം. നമുക്ക് ഇതിൻ്റെ യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. സാധാരണ സോപ്പ് യൂസ് ചെയ്യുന്നതും ഈ ഉണ്ടാക്കിയ സോപ്പും, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോഴും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. ഇനി ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം.